கிட்ட என்ன நடக்குதுங்கன்ட்டு. ஐயோ நாங்க அவங்க பார்ட்டியில ஒரு சாக்லேட் தொடவே மாட்டோம் அப்படிங்குவாங்க. Let's talk about you. WCCയിലെ മെയിൻ ആളാണ് നമ്മുടെ റീമ കല്ലിങ്കൽ. റീമ കല്ലിങ്കലിനെ പറ്റി രാവിലെ ഒരു ആരോപണം വന്നിരിക്കുകയാണ്. വേറെ ആരുമല്ല, സിംഗറായിട്ടുള്ള സുചിത്ര വന്ന് കുറച്ച് കാര്യങ്ങൾ SS ബസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് റീമ കല്ലിങ്കലിന്റെ വീട്ടിൽ ഭയങ്കര രീതിയിൽ ലഹരി ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പാർട്ടിയാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതിന് എന്തായാലും മറുപടിയായിട്ട് പുള്ളിക്കാരത്തി ഒന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ പറഞ്ഞിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷനാണ്. കുറച്ച് നാൾക്ക് മുന്നേ ഈ പറയുന്ന ആഷിഖ് കപൂർ, റീമ, ഫഹദ് ഇവരുടെ എല്ലാവരുടെയും പേരിൽ ഇതുപോലൊരു ആരോപണം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് ആഷിഖ് കപൂർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ആദ്യമേ ആ ഒരു പോസ്റ്റോട് കൂടി തന്നെ വീഡിയോ തുടങ്ങാം. മിണ്ടിയാൽ മാവോയിസ്റ്റ് അല്ലെങ്കിൽ കൊക്കൈൻ എന്ന തലക്കെട്ടിലാണ് ആഷിഖ് കപൂറിന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. കൊക്കൈൻ കേസിൽ തന്റെയും റീമയുടെയും ഫഹദ് ഫാസിലിന്റെയും പേര് അനാവശ്യമായി വലിച്ചിഴച്ചതാണ്. ചില മാധ്യമ വ്യഭിചാരികൾ വ്യക്തിവിരോധം തീർക്കാനാണ് ഇത്തരം കഥകൾ മെനയുന്നതെന്ന് ആഷിഖ് കപൂർ കുറ്റപ്പെടുത്തുന്നു. തനിക്കെതിരെ വാർത്ത നൽകിയ അതേ ലേഖകനാണ് നമ്പി നാരായണനെതിരെ വ്യാജ വാർത്ത നൽകിയതെന്നും ആഷിഖ് പറയുന്നു. കൊക്കൈൻ കേസിൽ ആഷിഖ് കപൂറിനെയും റീമ കല്ലിങ്കലിനെയും ഫഹദ് ഫാസിലിനെയും ചോദ്യം ചെയ്യാൻ പോലീസ് അനുമതി തേടിയെന്നായിരുന്നു മംഗളം ദിനപത്രം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത. വാർത്ത എഴുതിയ മാധ്യമപ്രവർത്തനെതിരെയും പ്രസിദ്ധീകരിച്ച മംഗളപത്രത്തിനെതിരെയും മാനനഷ്ട കേസ് നൽകുമെന്നും കെട്ടുന്ന തുക നമ്പി നാരായണന് കൈമാറുമെന്നും ആഷിഖ് വ്യക്തമാക്കി. ഷൈൻ ടോം ചാക്കോ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ നിയമപ്രകാരം തന്നെ ശിക്ഷിക്കപ്പെടും. കേസിൽ ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും പരിശോധനകൾക്കും തയ്യാറാണെന്ന് പറഞ്ഞാണ് ആഷിഖ് കപൂർ തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു സംഭവം. കുറച്ച് നാൾക്ക് മുന്നേ ഉള്ള ഒരു കാര്യമാണ്. അന്നേ ഇതുപോലൊക്കെ സംഭവങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പം ഒരു ലേഡി തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്. പറയുന്നത് റീമ കല്ലിങ്കലിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് പറഞ്ഞത്. റീമ കല്ലിങ്കൽ സ്വന്തം കരിയർ നശിപ്പിച്ചത് ഇങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതുമാത്രമല്ല, പല ഇൻഫ്ലുവൻസേഴ്സിന്റെ താഴെ പോയിട്ട് പുള്ളിക്കാരത്തി എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ഇപ്പം നടക്കുന്ന വിഷയങ്ങളിൽ സംസാരിക്കുന്നില്ല, ഷെയ്മോണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഇടുവാണെന്നും പിന്നെ PR ഒക്കെ വെച്ചിട്ടുള്ള ഇന്റർവ്യൂ ആണെന്നും അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളാണ്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ ഒരു സംഭവം കണ്ടുനോക്കാം. ഏകദേശം ഒരു 2.5 മിനിറ്റ് അടുപ്പിച്ച് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ത്രൂ ഔട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ஐயோ அந்த ரீமா கலிங்கல் எல்லாருக்கும் போன் பண்ணி நீங்க ஏன் இதை பத்தி பேசல, ஏன் சாவடிச்சிட்டு இருக்காங்க அந்த லேடிஸ். எல்லா இன்ஃபுளுசர்ஸ் பேஜ் கடையிலயும் போய் ஷேம் ஆன் யூ, யூ ஹேவ் நாட் ஸ்போக்கன் அபௌட் தி கேரளா இஷ்யூன்றாங்க. PR ஓவர் ஒர்க் பண்ணிட்டு இருக்கா. அவங்க காசு கொடுத்து பண்ணின இன்டர்வியூஸ் முடிஞ்சிருச்சு. அதுக்கு மேல இன்ஃபுளுசர்ஸ் இந்த 238 பேஜ் டாக்குமெண்ட் பார்த்துட்டு we don't want to talk about itன்ட்டாங்க. இப்பட்ட முறையில சொல்றதுக்கே ஒண்ணும் இருக்காது அவங்களுக்கு. இந்த மாதிரி நடக்குதுன்னா நடக்க கூடாது. இந்த கேர்ள்ஸ் சுத்தி உட்காந்துட்டு தம் அடிச்சுட்டு வாங்கி குடிச்சிட்டு இதுல கொஸ்டின் அவங்க லைஃப் ஸ்டைல் அப்படி. we are talking about lifestyle ladies. இன்னைக்கு திடீர்னு வெள்ளம் சொல்லையுமா உட்காந்துட்டு பேசுறாங்கன்னா நாளைக்கே ப்ளீஸ் அவங்க just take a peep at their lifestyle. See, first of all, நான் அந்த ரிப்போர்ட்டையே நான் வந்து null and voidன்னு சொல்லிடுவேன். அதனால எந்த பெரிய மாற்றமும் வரப்போறது கிடையாது. சோ அத வந்து ஒரு இமேஜ் கிளீன் அப் ஃபார்மேட்டா வந்து இவங்க பார்த்தாங்கன்னா கண்டிப்பா சில பேர் முன்னுக்கு வந்து இதை சொல்ல வாய்ப்பு இருக்கு. ஏன்னா ரீமா கல்லிங்கல் was also going through a very very bad PR phase up to 2-3 years. அவங்க கரியர் அடிபட்டு இருக்குன்னா அவங்க கண்டக்ட் பண்ணின பார்ட்டிஸ்னாலதான் மோஸ்ட்லி. Where there was a lot of free usage of certain things which should never even be at a party, not even at an adult party. கொச்சி ரெய்ட் எல்லாம் விழுந்தப்போ யார் வீட்டுல விழுந்துச்சு ப்ரோ? ரீமா கல்லிங்கல் and அபு அவங்க பாய் ஃப்ரெண்ட் அந்த டைம்ல. Like nobody is asking Rima Kallinkal this question that நீங்க டிசைட் பண்ணீங்களா இந்த மாதிரி பெண்கள் முன்னேற்றத்துக்கு பண்ண போறீங்க. இந்த மாதிரி எத்தனை சினிமா இண்டஸ்ட்ரிக்கு ஃப்ரெஷ்ஷா வந்திருக்கிற சரக்கே தொடாத அபலை பெண்களை நீங்க ஃபர்ஸ்ட் சரக்கு இன்ட்ரடியூஸ் பண்ணிருக்கீங்க. நீங்க ஃபர்ஸ்ட் ட்ரக்ஸ் ரீமா வீட்டு பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களுடைய சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க. guys also இதெல்லாம் கொச்சி அவங்க அரெஸ்ட் பண்ண ரிப்போர்ட்ல இருக்கு. What was her boyfriend's name? Abu what? Abu அந்த டைம்ல 2 பேரும் தான் விசாரணைக்கு கூட்டிட்டு போனாங்க. அப்பட்டமா வந்துச்சு அவங்க 2 பேரும். ஜஸ்ட் ப்ளீஸ் அட்டாச் தட் ஏதாவது ஒரு ஸ்கிரீன்ஷாட் ஆஃப் தட் ஆர்டிகல் ஹியரா. சும்மா நான் வளாத்திட்டு இருக்கேன், அடியில கமெண்ட்ஸ் வரப்போகுது. நானே ஷாக் ஆனேன். ஓ ரீமா கல்லிங்கல் டஸ் திஸ் வாட் அப்படின்ட்டு. அந்த ஆர்டிகல் படிச்சுதான் எனக்குமே தெரியும் அந்த டைம்ல. அப்புறம் நான் வந்து அவங்க பார்ட்டிஸ்க்கு அடிக்கடி போற மலையாளம் மியூசிக் டைரக்டர்ஸ் எல்லாம் நிறைய சொல்லுவாங்க என்கிட்ட என்ன நடக்குதுங்கன்ட்டு. ஐயோ நாங்க அவங்க பார்ட்டியில ஒரு சாக்லேட் தொடவே மாட்டோம் அப்படிங்குவாங்க. எனக்கு அதை பத்தி சொல்றதுக்கு ஒண்ணுமே இல்லை. இந்த தேதிக்கு சில நடிகர்கள்லாம் 2 லைன் நான் அடிக்கலைன்னா என்னால நடிக்கவே முடியாது, நான் செட்டுக்கே வரமாட்டேன்றாங்க. சோ அப்பனே லைன் கோலம் போட்டு கொடுக்குறோம்.
കേട്ടല്ലോ, വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ്. അതായത് അവർ പാർട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പെൺപിള്ളേർക്ക് അവിടെയുള്ള ചോക്ലേറ്റ്സ് പോലും തൊടാനായിട്ട് പേടിയാണ് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്. പറയണത് റീമ കല്ലിങ്ങലിനെ പറ്റിയിട്ടാണെന്നും കൂടി ആലോചിച്ചോണം. WCCയിലെ മെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ പറയുന്ന ആഷിക് കപൂറിന്റെ വൈഫാണ് റീമ കല്ലിങ്ങൽ. ആഷിക് കപൂർ ഇപ്പം FFK എന്നൊക്കെ ഭയങ്കര ഷോ ഒക്കെ കാണിച്ചിട്ട് രാജിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനെയൊക്കെ പറ്റിയിട്ടൊന്നും അളിയനൊന്നും പറയാനില്ലായിരിക്കും. വളരെ സീരിയസ് അലിഗേഷൻ ആണ് വന്നിരുന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് റീമ കല്ലിങ്ങൽ വീട്ടിൽ കണ്ടക്ട് ചെയ്യുന്ന ലഹരി പാർട്ടിയിൽ സംഭവിക്കുന്നത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ 2-3 വീഡിയോസിനകത്ത് കണ്ടതിനകത്തെല്ലാം പറയുന്നത് വെർജിനിറ്റി വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് പറയണത്. ശരിക്കും പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഈ പറയുന്ന ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഈ ഡ്രഗ് യൂസിനെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മീഡിയാസ് എന്താ ചെയ്യുന്നത്? ഈ നടന്മാരുടെ കുൽസിതമാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം മാറ്റി നിർത്തിയിട്ട് ഇതൊന്നെടുത്ത് പൊക്കി കഴിഞ്ഞാൽ കുറേ എണ്ണത്തിൻ്റെ ഈ ശരിക്കുള്ള സ്വഭാവം നമുക്കൊന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഓരോന്നായിട്ട് പൊങ്ങി വരുന്നതുണ്ടോ? ഇതൊക്കെ വളരെ സീരിയസ് അലിഗേഷനാണ്. ഇതിനിപ്പം സത്യമാണോ ഇല്ലെങ്കിൽ നമുക്കറിയത്തില്ല. ഇവർ വന്ന് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഇവർക്ക് ഇങ്ങനെ വെറുതെ വന്നിരുന്ന് ഒരാളെ പറ്റിയിട്ട് വന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് നിങ്ങൾ ആലോചിക്കണം. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. ഇതിനൊക്കെ എഗെയിൻസ്റ്റ് എന്തൊക്കെ ആയാലും SIT ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടല്ലോ, അവരൊക്കെ അന്വേഷിക്കട്ടെ ഇത് സത്യമാണോ ഇല്ലയോ എന്ന് കണ്ടെത്തി തന്നെ ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരുടെ ഭാഗത്തൊക്കെയാണ് ന്യായം ഇരിക്കുന്നതെന്ന്. കുറച്ച് നാൾക്ക് മുന്നേ ഈ പറയുന്ന റീമ കല്ലിങ്ങലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ഹെയിൽ WCC എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും WCC പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിട്ട് ഇത്തരം പരിപാടികളൊക്കെ പറയണത് സത്യമാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിൽ കൂടുതൽ വലിയ നാണകേടൊന്നുമില്ല. കുറച്ച് നാൾക്ക് മുന്നേ WCC അത്യാവശ്യം നല്ല ട്രോളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇത്തിരി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം സത്യമാണെങ്കിൽ ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകുന്നത് പൂര തെറിവിളിയായിരിക്കും. എല്ലാവരെയും ഇത് ബാധിക്കുന്ന വിഷയമായിരിക്കും. WCCയിലുള്ള എല്ലാ മെമ്പേഴ്സിനെ ഉൾപ്പെടെ ബാധിക്കുന്ന പ്രശ്നം തന്നെയായിരിക്കും. ഈ ഒരു വിഷയം തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ നടന്മാരുടെ ഉത്സവത്തെ പറ്റിയിട്ട് സത്യം പറഞ്ഞാൽ കേട്ട് മടുത്തടേ. ഉള്ള കാര്യം പറയാല്ല, ആരും ഒരു സ്റ്റാൻഡിൽ പോലും ഉറച്ചു നിൽക്കുന്നില്ല. ഈ സോണി മൽഹാർ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് ജയസൂര്യക്കെതിരെ വന്നൊരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സോണി മൽഹാറിനെ പറ്റിയിട്ട് ഇന്നലെ ഒരു വീഡിയോ ഒരു ലേഡി പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് ആ ലേഡി പറയണത് ഡൽഹിയിലെങ്ങാണ്ടുള്ളതാണ്. ഇവർ നമ്പർ 1 ഫ്രോഡാന്നുള്ള രീതിയിലാണ്. ഇവരുടെ പരിപാടി ഇതാണൊക്കെയാണ്. ഇവരെ ഒരുപാട് കേസിൽ പിടിച്ചിട്ടുണ്ട്. പലവട്ടം പോലീസുകാർ പിടിച്ചിട്ട് വാർണിംഗ് കൊടുത്ത് വിട്ടതാണ്. പല ഇമ്മോറൽ ട്രാഫിക് കേസസും ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് വന്ന് ഭയങ്കര മോശമായിട്ടുള്ള അലിഗേഷനാണ് വന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ ഫുൾ എവിഡൻസ് ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പറയുന്ന സോണി മൽഹാർ ഇനി എന്തെങ്കിലും തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ എവിഡൻസും എടുത്ത് വെച്ച് കാണിക്കുമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല അവർ പറയുന്നുണ്ട് ധൈര്യമായിട്ട് കൊണ്ടുവന്ന് കേസ് കൊടുത്തോ, അവർ പറയുന്നതിനകത്ത് അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത്. ഈ ആരോപണങ്ങൾ വന്ന് പറയുന്ന ആൾക്കാർ ഇനിയെങ്കിലും സ്വന്തം ഭാഗം ക്ലിയർ ആണോ എന്ന് നോക്കിയിട്ടേ വന്ന് പറയാവൂ. അല്ലേ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടി മൈൻഡ് ചെയ്യത്തില്ല. എന്നാലും ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. മേ ബി ഈ സെക്ഷുവൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് പറയുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത്. മേ ബി അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന മീഡിയസ് എല്ലാം അത് തന്നെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോണത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ അവിഹിതം കുൽസിതം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കയറുമായിരിക്കും. നല്ല രീതിയിൽ TRP ഹൈ ആവുമല്ലോ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വലിയ കുറവാണ്. ഇത് കേട്ടൊക്കെ ആൾക്കാരും അടുത്തിരിക്കുന്ന കേസാണ്. ശരിക്കും ഇതൊക്കെ പുറത്തു കൊണ്ടുവന്ന് ഇതിനൊക്കെയാണ് ശരിക്കും അന്വേഷിക്കേണ്ടത്. ഇതന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ നടപടി എടുക്കട്ടെ. അതാണ് വേണ്ടത്. എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.